നമസ്കാരം. സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണം സർക്കാർ വൈകിപ്പിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെ ഇന്ന് വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടലുണ്ടായി. പെർഫോമ റിപ്പോർട്ട് നേരിട്ട് CBIക്ക് കൈമാറാനാണ് നീക്കം. സ്പെഷ്യൽ DYSP ഡൽഹിയിലെത്തുമെന്നതാണ് റിപ്പോർട്ട്. മനസാക്ഷിയെ ഞെട്ടിച്ച മലപ്പുറത്തെ കാളികാവിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു. ഒട്ടേറെ മുറിവുകൾ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അതിക്രൂര പീഡനമാണ് കുഞ്ഞും മാതാവും നേരിട്ടിരുന്നത് എന്നതിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തും ഇന്നൊട്ടേറെ വാർത്തകൾ സംഭവിക്കുന്നുണ്ട്. ഇന്ന് സംഭവിക്കുന്നത് ആരംഭിക്കുന്നു. സ്വാഗതം. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണ ശുപാർശ കൈമാറുന്നതിൽ ഗുരുതര വീഴ്ച എന്ന ആരോപണത്തിനിടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ അടിയന്തര നീക്കം. റിപ്പോർട്ട് നേരിട്ട് ഡൽഹിയിലെത്തി CBIക്ക് നൽകാൻ DYSPയെ ചുമതലപ്പെടുത്തി. സ്പെഷ്യൽ സെൽ DYSP ശ്രീകാന്ത് ഡൽഹിയിലേക്ക് പോകും. വിജ്ഞാപനം കൈമാറിയിട്ടും കേസിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ പെർഫോമ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിലേക്ക് അയച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തങ്ങളുടെ വായ മൂടിക്കെട്ടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നേരത്തെ ആരോപിച്ചിരുന്നു. ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയില്ല, പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ അന്ന് ഇത്രയും പീക്ക് ടൈമിലായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാവരും പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. മതം നോക്കാതെ എല്ലാവരും കാണുന്നു. അമ്മമാരെല്ലാവരും വലിയ രീതിയിൽ മീഡിയക്കാർ എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ മണ്ടനായിപ്പോയി. എൻ്റെ വായും എൻ്റെ കുടുംബത്തിൻ്റെ വായും അങ്ങ് അടച്ചു വെച്ചു. എല്ലാവരും വാ അടപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്തു. പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരികയാണ്. ഈ സമയത്ത് കുടുംബത്തിൻ്റെ വാ അടച്ച് കെട്ടേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതവർ അതിൽ വിജയിച്ചു. എനിക്കതിൽ അവരെ ശരിക്കും പറഞ്ഞ് അഭിനന്ദിക്കുക തന്നെ വേണം. ആ കാര്യത്തിൽ അവരങ്ങ് വിജയിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെത്തി കുടുംബം പിന്തുണ തേടി. കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായി സിദ്ധാർത്ഥന്റെ കുടുംബം നടത്തുന്ന പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഉത്കണ്ഠ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന്റെ ഉത്കണ്ഠയോടൊപ്പം നിൽക്കും. ഈ കേസിൽ ഭംഗിയായി അന്വേഷണം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. CBI അന്വേഷണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ സ്വീകരിക്കും. നിയമപരമായ നടപടികൾ അദ്ദേഹത്തിന് സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ മുഴുവൻ പിന്തുണയും നൽകും. വീണ്ടും ഈ വിഷയത്തിൽ സമരം ആരംഭിക്കേണ്ട ഒരു ഘട്ടമെത്തിയാൽ അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും സമരം ചെയ്യാൻ ഞങ്ങൾ മടിക്കും. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ജുഡീഷ്യൽ അന്വേഷണവും CBI അന്വേഷണവും നടക്കും. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്നും ഗവർണർ പറഞ്ഞു. So I have already assured them that it will be ensured that nobody is allowed to interfere with the proceedings of the inquiry committee. Before Siddharth's father came to see me, I had ordered the Vice Chancellor to withdraw the order. Much before he came, I reached Trivandrum around 11:30. As soon as I came to know about it, I told him he has to withdraw the order because this order amounts to interfering with the inquiry proceedings. അതിനിടെ പൂക്കോട് സർവകലാശാലയിലെ പുതിയ വൈസ് ചാൻസലറെ ഗവർണർ ഇന്ന് തീരുമാനിക്കും. പ്രൊഫസർ PC ശശീന്ദ്രനാഥ് രാജിവെച്ചതോടെയാണ് പുതിയ VC നിയമനം ഉണ്ടാവുക. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഇന്നലെ നമ്മൾ വാർത്ത നൽകുന്നത്, അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിരോധ നീക്കമാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് CBI അന്വേഷണം വൈകുന്നത് എന്നുള്ളതിൽ അതിലെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 9-ാം തീയതി തന്നെ അത് തീരുമാനമെടുത്തു. വിജ്ഞാപനം പുറപ്പെടുവിച്ചത് പിന്നെയും ഒരു ആഴ്ച കഴിഞ്ഞാണെങ്കിലും അത് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നതിന്റെ വിശദാംശങ്ങളാണ് ഇന്നലെ പുറത്തുവിട്ടത്. പക്ഷേ അപ്പോഴും ഈ പെർഫോമ റിപ്പോർട്ട് എവിടെ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. ആ ചോദ്യം വലിയ വിവാദമായി മാറിയതോടെയാണോ ഇപ്പോൾ അടിയന്തരമായ ഒരു ഇടപെടൽ എന്ന രീതിയിൽ സർക്കാർ നടത്തിയിരിക്കുന്നത്? അനുജ, തീർച്ചയായും അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം മാർച്ച് 9-നാണ് സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് കൈമാറിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നത്. അതിനുശേഷം ഒരാഴ്ച പിന്നിട്ട് മാർച്ച് 16-ാം തീയതിയാണ് ഈ വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സർക്കാർ കൈമാറുന്നത്. പക്ഷേ ഈ വിജ്ഞാപനം കേന്ദ്ര സർക്കാരിന് കൈമാറിയെങ്കിലും ഈ കേസിന്റെ നാൾവഴികളടക്കം ഉൾപ്പെടുന്ന പെർഫോമ റിപ്പോർട്ട് സർക്കാർ ഹാജരാക്കിയിരുന്നില്ല. ഇതാണ് ഈ CBI അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഒരു കാലതാമസമെന്ന് പ്രധാനമായും ആരോപണം ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു
തിരക്കിട്ട അല്ലെങ്കിൽ ഒരു അടിയന്തര നീക്കം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പെർഫോമ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറാൻ ഒരു ഡിവൈഎസ്പിയെ തന്നെ സർക്കാർ നിലവിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് ഇന്നോ നാളെയോ ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇക്കാര്യം ഇത് കേന്ദ്രത്തിന് കൈമാറുമെന്നതാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ CBI അന്വേഷണം വൈകുന്നത് ചൂണ്ടിക്കാണിച്ച് സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതിഷേധവുമായി എത്തിയിരുന്നു. കേന്ദ്ര മന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിനെയും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് കൂടി കണ്ടത്. ഗവർണറെ അടക്കം ഇക്കാര്യത്തിൽ അതൃപ്തി കുടുംബം അറിയിക്കുക കൂടി ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു അടിയന്തര നീക്കം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ നടക്കുന്ന പ്രത്യേക സംഘത്തിന്റെ പോലീസ് അന്വേഷണം നിലച്ച സാഹചര്യമാണ്. ഒപ്പം CBI അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല. ഇതാണ് പ്രധാനമായും കുടുംബം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പോൾ കുടുംബം പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തങ്ങളുടെ വായ മൂടിക്കെട്ടാനുള്ള ഒരു ഐവാഷ് എന്ന രീതിയിലേക്കാണ് ഇങ്ങനെ ഒരു തീരുമാനം. അതായത് CBI അന്വേഷണം വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്ന അതേ നിമിഷം തന്നെ മുഖ്യമന്ത്രി അത് സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോയിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്തുകൊണ്ട് ഇങ്ങനെ ഇത്ര ഗുരുതരമായൊരു വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പെർഫോമ റിപ്പോർട്ട് വേണമെന്നുള്ളത് സർക്കാരിന് അറിയാത്ത കാര്യമല്ലല്ലോ. തീർച്ചയായും. കാരണം കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന ഒരു നടപടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട മിനിറ്റുകൾക്കുള്ളിലാണ് ഈ CBI അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഏറ്റവും സുപ്രധാനമായ പെർഫോമ റിപ്പോർട്ട് അടക്കം സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയില്ല എന്നുള്ള ഗുരുതര വീഴ്ചയാണ് ഇന്ന് പുറത്തു വന്നത്. ഇതിന് പിന്നാലെ ആഭ്യന്തര സെക്രട്ടറി അടക്കം ഈ കാലതാമസത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് വൈകി എന്ന കാര്യത്തിൽ സർക്കാരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിശദീകരണവും ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബവും ഒപ്പം പ്രതിപക്ഷമടക്കം വിമർശന വിധേയമാക്കുന്ന കാര്യം. എന്തായാലും നിലവിൽ എത്രയും വേഗം തന്നെ ഈ CBI അന്വേഷണം ആരംഭിക്കുമെന്നതാണ് ഈ കുടുംബമടക്കം പ്രതീക്ഷിക്കുന്ന കാര്യം. പ്രതിപക്ഷവും ഗവർണറും അടക്കം കുടുംബത്തിന് ഈ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ നേരത്തെ ഗവർണർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണവും CBI അന്വേഷണവും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നതാണ് ഗവർണർ നൽകുന്ന വിവരം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ല എന്നുകൂടി ഗവർണർ ഇന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം ഒരു അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് സിദ്ധാർത്ഥന്റെ കുടുംബം എത്തി നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടിപ്പോൾ തിരക്കിട്ട ഈ ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ഈ നടപടിയെ എന്തായാലും കുടുംബം ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൽ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടായാൽ അത് അത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കുടുംബവും. ഇതിൽ ഈ പുതിയ VCയുടെ നിയമനക്കാര്യം അത് എങ്ങനെയാണ്? ഗവർണർ ആ നടപടി അത് വളരെ വേഗം തന്നെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ പ്രതീഷ്? അനുജ, ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടിയാണ് പിന്നീട് VC അത് തിരുത്തി ആ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത്. ഇത് വലിയ വിവാദമായിരുന്നു. കാരണം നിലവിൽ CBI പോലും കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചാൽ അത് തെളിവ് നശിപ്പിക്കുന്നതിനടക്കം കാരണമാകുമെന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. കുടുംബം ഗവർണറെ അടക്കം അറിയിച്ചിരുന്നു. ഗവർണറെ കുടുംബം കാണുന്നതിന് തൊട്ട് മുമ്പാണ് ഇക്കാര്യത്തിൽ ഗവർണർ VCയോട് വിശദീകരണം തേടുകയും ആ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ ആ തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഗവർണർ ശക്തമായൊരു അതൃപ്തിയും വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു വീഴ്ചയും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് നൽകുന്ന വിശദീകരണം. ഒപ്പം ഇപ്പോൾ നിലവിൽ രാജിവെച്ച VCക്ക് പകരം പുതിയ VC ഉടൻ തന്നെ ഇന്ന് തന്നെ ഈ VCയെ തീരുമാനിക്കുമെന്നതാണ് രാജ്ഭവനിൽ നിന്നും നിലവിൽ ലഭിക്കുന്ന വിവരം. അനുജ, സിദ്ധാർത്ഥന്റെ മരണത്തിലാണ് ഇപ്പോൾ CBI അന്വേഷണം വൈകുന്നു എന്നൊക്കെയുള്ള ആരോപണത്തിന് ഒരു ഇടപെടൽ എന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാകുന്നത്. പെർഫോമ റിപ്പോർട്ട് നേരിട്ട് തന്നെ CBIക്ക് കൈമാറാനാണ് സ്പെഷ്യൽ DYSP ശ്രീകാന്ത് ഡൽഹിയിലേക്ക് തിരിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന്
സംഭവിക്കുന്നത് അതിനേക്കാൾ ഞെട്ടിക്കുന്ന കുറേ വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. മലപ്പുറം കാളികാവിലെ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി. കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുഞ്ഞിനെയും മാതാവിനെയും നേരത്തെയും പ്രതി മർദ്ദിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മർദ്ദനത്തിൽ അബോധാവസ്ഥയിലായ കുട്ടിയെ അയൽവാസികൾ പറഞ്ഞപ്പോൾ മാത്രമാണ് പ്രതി ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ തയ്യാറായത്. ഇവിടെ നിക്കാഹ് കഴിഞ്ഞ അവിടുന്ന് തൊട്ടാണ് ഓളെ ഉപദ്രവിച്ചു തുടങ്ങിയത്. നിക്കാഹ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഓളെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു അവന്റെ വീട്ടിക്ക്. ആ വീട്ടിൽ കൊണ്ടുപോയി അന്ന് ഓളെ നല്ല പരമാവധി ഓളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഓളെ തല അടിക്കുക, അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങൾക്കൊന്നും ഇതാക്കി തന്നിട്ടില്ല. ഞങ്ങൾ ആട്ടിയർക്ക് വിട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ കോംപ്രമൈസ് ചെയ്യിക്കാണ്ട് വീണ്ടും ഒരു കൊണ്ടുപോകും. നമുക്ക് പരിക്കേൽപ്പിച്ചിട്ടാണ് ഓളയും കുട്ടികളും തരല്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നൊരു കൊണ്ടുപോയിരുന്നു. അന്ന് കുട്ടീനെ ഇതേപോലെ നല്ല പരിക്കേൽപ്പിച്ചു, മുഖമൊക്കെ ആകെ നീല കളറായി. അന്നിട്ട് ഞങ്ങള് പൂക്കോട്ടുംപാടം സ്റ്റേഷനിലും കാളിയാലും ഒക്കെ കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഇതെന്താ കുട്ടിക്ക് പരിക്കെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ അവന്റെ പെങ്ങളെ കുട്ടി കാട്ടിന്നാ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ പെങ്ങളെ കുട്ടി കാട്ടിയതല്ലേന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഇവള് പറഞ്ഞത് കാക്കു കാട്ടിക്കണ്, ഇങ്ങനെ ഉപദ്രവിച്ചിക്കണെന്ന്. നല്ലോണം ഉപദ്രവിച്ചു. കഴിഞ്ഞിട്ട് പിന്നെ ഓക്ക് ബ്ലീഡിങ് ഒക്കെ ആയി. ഓളെ അടിവയറ്റിന് തട്ടിക്കാണ്ട് ബ്ലീഡിങ് ആയി. ഞങ്ങള് മഞ്ചേരി കൊണ്ടുപോയി അഡ്മിറ്റ് ഒക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ ഞങ്ങളെ കുട്ടീനെ ഇങ്ങനെ പരിക്കേൽപ്പിച്ചത് നല്ലോണം. ഓടിപ്പോയത് പോലെ അടുക്കളന്റെ ആ ഭാഗത്തേനു എല്ലാവരും ഇരിക്കുന്നു. അപ്പോ ഫായിസിന്റെ അമ്മാന്റെ മടിയിലേനു കുട്ടി. അപ്പൊ കുട്ടിക്ക് എന്താ പറഞ്ഞു ചോദിച്ചപ്പോ തരിപ്പ് പോയതാണ്, കഞ്ഞി കൊടുക്കുന്നടിയിൽ തരിപ്പ് പോയതാണ് പറഞ്ഞു. ഞാൻ കുട്ടീനെ എടുത്തിട്ട് ഒരു വണ്ടിക്കൊന്നും വിളിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ പോകണം, വണ്ടി വിളിച്ചു പറഞ്ഞു. വണ്ടി എത്തിയിട്ടില്ല. അതില് അനിയൻ പോയിങ്ങാണ്ട് റോഡ് കൈയാട്ടിയപ്പോ വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി കൊണ്ടുപോയതാ. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ തന്നെ മരിച്ചെന്ന് പറഞ്ഞതാ. എന്നാൽ പരാതി നൽകിയിട്ടും അതിൽ നടപടി സ്വീകരിച്ചില്ല എന്ന ആരോപണം പോലീസ് നിഷേധിച്ചു. മുൻപുള്ള പരാതി കുടുംബം തന്നെ ഒത്തുതീർപ്പാക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. നമ്മൾ ആദ്യം അസ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി പ്രകാരം കുട്ടിയുടെ മരണകാരണം ഉപദ്രവം ഉണ്ടായതെന്ന് കരുതിനാൽ 302 പ്രകാരവും 75 ജെ ആക്ട് പ്രകാരവും അൾട്ടർ ചെയ്ത് കേസന്വേഷിച്ചു വരികയാണ്. പ്രതി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കോടതി ഹാജരാക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ റിപ്സിനും മറ്റുമൊക്കെ ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് റിപ്പോർട്ട് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ അന്വേഷിച്ച് അങ്ങനെ പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നടപടി സ്വീകരിക്കാൻ കഴിയും. മുൻപ് ഇവിടെ ഒരു പരാതി ഈ പെൺകുട്ടിയുടെ അമ്മ തന്നിരുന്നു. അതായത് ഈ ഇപ്പോഴത്തെ പ്രതിയായ വ്യക്തി മകളെയും പേരക്കുട്ടികളും നോക്കുന്നില്ല, ചെലവിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് അവർ തന്നെ സെറ്റിൽ ചെയ്ത് പോയിട്ടുള്ളതാണ്. അല്ല വേറെ ഒരു പരാതിയും കുട്ടിക്കെതിരെ ഒന്നും തന്നെ തന്നിട്ടില്ലാത്തതാണ്. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഹദ്, ഈ കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളൂ. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഉള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഗുരുതരമായ പരുക്ക്, അത് നട്ടെല്ലിനും അതുപോലെ തന്നെ തലച്ചോറിനുമൊക്കെ, തലച്ചോറ് ഇളകിയ നിലയിലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇത് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് മാത്രം ഉണ്ടായതല്ല. ഏറെ കാലങ്ങളായി കുഞ്ഞ് ക്രൂരപീഡനത്തിന് വിധേയയായിരുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളിൽ ഈ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം മാതാവും പീഡനം അനുഭവിച്ചു വരികയായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഇയാൾ ഈ തരത്തിലേക്ക് പെരുമാറിയത് എന്നാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യ മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെയും ഇന്നുമായിട്ട് മലപ്പുറം കാളികാവിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ ഈ കുട്ടി മരിക്കുന്ന സമയത്ത് വെറും തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് ആദ്യം പറയുന്നു. പിന്നീട് ഈ കുടുംബം, അതായത് ഈ കുട്ടിയുടെ ഉമ്മയുടെ കുടുംബം രംഗത്ത് വരികയാണ്. അല്ല, ഈ കുട്ടിയുടെ പിതാവാണ് ഈ കുട്ടിയെ കൊന്നത് എന്ന ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണം ശരിവെക്കുന്നതായിരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങൾ അത്രയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ പറഞ്ഞതുപോലെ ഇത് ഇന്നലെ മാത്രം ഉണ്ടായ ഒരു സംഭവമല്ല. കഴിഞ്ഞ ഏറെ നാളായി ഈ കുട്ടിയുടെ മാതാവും ഒപ്പം തന്നെ ഈ കുട്ടിയും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഒരു 2.5 വയസ്സുകാരിയെ കുട്ടി കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളായി അല്ലെങ്കിൽ ഇന്നലെ മാത്രം അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളാണ്. പ്രധാനമായിട്ടും ഇയാൾ ഇത്തരം ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നടത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇയാൾ ലഹരിക്ക് അടിമയായി എന്നുള്ളൊരു വിവരം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലഹരിയുടെ പുറത്താണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ നടത്താറ് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. കാരണം
കാരണം ഈ പ്രതി എന്ന് പറയുന്ന ഈ കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറുപ്പക്കാരനാണ്, ഏകദേശം 21 വയസ്സ് മാത്രമേ ഉള്ളൂ. അയാളാണ് ഇത്രയും വലിയ കൊടും ക്രൂരത ഈ കുട്ടിയോടും ഒപ്പം തന്നെ കുട്ടിയുടെ മാതാവിനോടും കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം എടുത്ത് എറിയുന്ന ഒരു സാഹചര്യം, ഒരു 2.5 വയസ്സുകാരിയായ കുട്ടിയെ നമുക്കറിയാം, നമ്മളെല്ലാം വളരെ ഓമനത്തോടു കൂടി വളരെ സൂക്ഷിച്ചു മാത്രം കൊണ്ടു നടക്കുകയും സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ആ സ്ഥാനത്താണ് ഒരു കുട്ടിയെ എടുത്തെറിയുകയും ആ കുട്ടി നിലത്ത് വീഴുകയും കുട്ടിയുടെ തലച്ചോറ് ഇളകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ വാരിയൽ തകരുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കുട്ടിയെ എങ്ങനെയെല്ലാം വേദനിപ്പിക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കുട്ടിയുടെ മാതാവിനെ കഴിഞ്ഞ ഏറെക്കാലമായി ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം മുമ്പ് നമ്മളോട് ഈ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പ്രതികരിച്ച ഘട്ടത്തിൽ അവർ പറഞ്ഞു, കുട്ടിയുടെ ഷഹദ് അറിയാനുള്ളത് ഇപ്പോൾ ഈ കാലങ്ങളായി തുടർന്നു വരുന്ന പീഡനത്തെക്കുറിച്ച് പരാതി കൊടുത്തതാണ് പോലീസിൽ എന്നതാണ്. പക്ഷെ പോലീസ് നടപടി എടുത്തില്ല എന്നവർ പറയുമ്പോൾ പോലീസിന്റെ വിശദീകരണം മറ്റൊന്നാണ്. നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണ്, വസ്തുത എന്താണ്? അതായത് രണ്ടുപേരും പറയുന്നിടത്ത് ചെറിയ രീതിയിലെങ്കിലും ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ കുടുംബം പരാതി നൽകാറുണ്ട് എന്നുള്ളത് കാര്യം ശരി തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് പോലീസ് പറയുന്നത് കുടുംബം പരാതി നൽകും, എന്നാൽ പിന്നീട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് പലപ്പോഴും കോംപ്രമൈസ് ചെയ്ത് വിടാറാണ് പതിവ് എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട്. കാരണം ഈ കുടുംബം തന്നെ ഇടപെട്ടാണ് ഇത്തരത്തിൽ കോംപ്രമൈസ് ചെയ്യാറ് എന്നൊരു കാര്യം പറയാറുണ്ട്. പിന്നീട് വീണ്ടും ഇവർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. ആ ഘട്ടത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഇയാൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ചുള്ള ഒരു സ്വഭാവത്തിൽ ഇത് കണക്കാക്കുകയോ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അതേ സമയത്ത് ഇത് കുടുംബ പ്രശ്നമായതുകൊണ്ടും വഴക്കായതുകൊണ്ടും ഭാര്യ ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നമായതുകൊണ്ടും അത് കോംപ്രമൈസ് ചെയ്യാനാണ് പോലീസും ശ്രമിക്കാറുള്ളത്. അതിന് കുടുംബത്തിലുള്ള ആളുകളും നേതൃത്വം നൽകാറുണ്ട് എന്നൊരു കാര്യമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ഇപ്പോൾ കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുൻപ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ടോ, എന്നാൽ അതിലൊന്നും ഇതുവരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിൽ മുഹമ്മദ് ഫായിസിന്റെ കുടുംബാംഗങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇത്ര ക്രൂരമായ കൃത്യങ്ങൾ ഇയാൾ ചെയ്യുമ്പോൾ അവർ അതിന് സാക്ഷികളായിരുന്നോ? ഇവർക്ക് ആർക്കെങ്കിലും ഇതിലൊക്കെ പങ്കുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ ഷഹദ്? നിലവിൽ അത്തരം സംഭവങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം പോലീസ് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പ്രതി ഫായിസ് ഇപ്പോൾ റിമാൻഡിലാണ്. അടുത്ത ദിവസം പ്രതിയെ ജാമ്യത്തിൽ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിയുമായി ഇവിടെ തെളിവെടുപ്പൊക്കെ ഉണ്ടാകും. അതിനു മുൻപ് പ്രാഥമിക ഘട്ടമായി ഇതിന് ആരെങ്കിലും ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കും. കാരണം ഇന്ന് തന്നെ നമ്മളോട് അവിടെയുള്ള കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് അവിടെയുള്ള നാട്ടുകാർ ഇടപെട്ടുകൊണ്ടാണ്. കാരണം അയൽവാസികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഫായിസ് തയ്യാറായത് എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ കുടുംബത്തിന്റെ പങ്ക് അത് കൃത്യമായിട്ട് അന്വേഷിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. മലപ്പുറം കാളികാവിലെ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ കൊലപാതകത്തിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. പിതാവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. രാജ്യതലസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം ശക്തം. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ഇ.ഡി കസ്റ്റഡി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്താണ് കേജ്രിവാൾ ഹർജി നൽകിയത്. കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് സംഘടിപ്പിച്ച AAP പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. മെട്രോ സ്റ്റേഷനുകൾ അടച്ചും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുമാണ് പ്രതിഷേധത്തെ ഡൽഹി പോലീസ് നേരിട്ടത്. അതിനിടെ ഇ.ഡി കസ്റ്റഡിയിൽ നിന്ന് മുഖ്യമന്ത്രി കേജ്രിവാൾ വീണ്ടും ഉത്തരവിറക്കി. മൊഹല്ല ക്ലിനിക്കുകളിൽ സൗജന്യ പരിശോധനകളും മരുന്നും ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയാണ് ഉത്തരവ്. അതേസമയം ഇ.ഡി കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ഫിറോസ് ഷാ കോട്ട്ല റോഡിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. വിശദാംശങ്ങളുമായി ആർ അച്യുതനും ആർ രാധാകൃഷ്ണനും. ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക്. ആർക്കെ BJPയുടെ പ്രതിഷേധവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ ഇന്നും വലിയ രീതിയിൽ ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന് ജലപീരങ്കിയൊക്കെ പ്രയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയാണ്?
ഈ ജയിലിനുള്ളിൽ അരവിന്ദ് കെജ്രിവാളിനെ ഭരണം അനുവദിക്കില്ല എന്നാണ് BJPയുടെ മുദ്രാവാക്യം. ഇപ്പോൾ അദ്ദേഹം EDയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഈ ED കസ്റ്റഡി കാലാവധി കഴിയാനായിട്ട് പോവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് BJP ഈ സമരം ശക്തമാക്കാനായിട്ടുള്ള തീരുമാനം. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധിക്ക് ED കസ്റ്റഡി കാലാവധിക്ക് ശേഷം പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ആയാൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി ജയിലിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയാണ്. അവിടെ ഏതെങ്കിലും വിധത്തിൽ ഭരണം നടത്തുന്നത് അത് സംസ്ഥാനത്തിന്റെ ഉചിത താല്പര്യമല്ല എന്നാണ് BJP പറയുന്നത്. ഇത് മുൻനിർത്തിയാണ് ഇന്ന് ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത്. മാർച്ച് ഫിറോഷാ കോട്ല റോഡിൽ പോലീസ് തടഞ്ഞു. തുടർന്നായിരുന്നു ഈ പോലീസിന്റെ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകാനും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താനും ശ്രമിച്ചത്. ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന പോലീസും BJP പ്രവർത്തകരും തമ്മിലുള്ള പിടിവലിയാണ് പിന്നീട് ഏറ്റവും അവസാനം ജലപീരങ്കി പ്രയോഗത്തിലടക്കം എത്തിയത്. സമരം ഇപ്പോൾ ഏതാണ്ട് ശാന്തമായിട്ടുള്ള സാഹചര്യത്തിലാണ്. അനുജ, അതിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ ജയിലിൽ ഇരുന്നു കൊണ്ടുള്ള ഭരണം അത് തുടരുന്നു. അതേത് തരത്തിലേക്ക് അദ്ദേഹത്തിന് ഉത്തരവുകളിൽ ഒപ്പിടാൻ കഴിയുമെന്ന ആശങ്ക, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം EDയുടെ ഭാഗത്തുണ്ട്. ED ഇതിൽ അന്വേഷണം നടത്തുകയാണ്. കഴിഞ്ഞ തവണ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ ഇക്കുറി അത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് അദ്ദേഹം ഒപ്പിടുന്നത് എന്നുള്ളതാണ്. സൗജന്യ മരുന്ന്, അതുപോലെ കുടിവെള്ളം വേഗം ഉറപ്പാക്കണം, അത്തരത്തിലേക്ക് നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രയോജനകരമായ കാര്യങ്ങൾ. ഇത് EDയുടെ ഒരു അന്വേഷണം നടക്കത്തന്നെ വീണ്ടും അടുത്ത ഉത്തരവ്, അതെങ്ങനെയാണ് RK? രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ED പറയുന്നത്, ഒന്ന്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. ഈ മന്ത്രിസഭാ തീരുമാനം ആണെങ്കിൽ കൂടി അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമതി വേണം. ജയിലിൽ ഉള്ള അരവിന്ദ് കെജ്രിവാളിന് അങ്ങനെ ഒരു അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷനേതായിട്ട് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ വിധത്തിൽ പുറത്ത് വന്ന ഉത്തരവുകൾ, ആ ഉത്തരവിൽ ഈ അരവിന്ദ് കെജ്രിവാളിന് ഒപ്പിടാൻ സാധിക്കുന്ന ഒരു അനുമതി, ഈ അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിലാണ്, EDയുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് EDയുടെ അനുവാദത്തോടുകൂടി മാത്രമേ അരവിന്ദ് കെജ്രിവാളിന് പ്രവർത്തിക്കാനായി സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് വേണം. ഇത് രണ്ടും ഇല്ലാത്ത സാഹചര്യത്തിൽ, ഇതിന്റെ അഭാവത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേരിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഉത്തരവുകൾ, ആ ഉത്തരവ് അത് നിലനിൽക്കുന്നതല്ല, അഥവാ ആ ഉത്തരവ് ഫോർജി ചെയ്യപ്പെട്ടതാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ വിഷയത്തിലാണ് ED അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ BJPയുടെ ഭാഗത്തുനിന്ന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി അന്വേഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതെ, അച്യുതനിലേക്ക് കൂടി. അച്യുതൻ, ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടി പ്രധാനമന്ത്രിയുടെ വസതി വളഞ്ഞുള്ള പ്രതിഷേധത്തിനാണ് കോപ്പ് കൂട്ടിയത്. അത് ഏത് തരത്തിലേക്കുള്ള പ്രതിഷേധമായി മാറി? ചെറു സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടൊക്കെയുള്ള പ്രതിഷേധമാണല്ലോ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അനുജ, രാവിലെയോടുകൂടിയാണ് ഈ പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷന് സമീപം ആം ആദ്മി പ്രവർത്തകർ ഈ സംഘം ചേർന്ന് സംഘടിച്ചത്. തുടർന്നായിരുന്നു ഈ പ്രതിഷേധത്തിലേക്ക് കടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് ആഹ്വാനം ചെയ്തിരുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ പോലീസ് ഇത് തടയുകയാണ് ചെയ്തത്. ഈ പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷൻ വഴി എത്തിയ ആം ആദ്മി പ്രവർത്തകരെ വരെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. പലയിടങ്ങളിൽ നിന്നാണ് ഈ പ്രവർത്തകർ ഒഴുകിയെത്തിയത്. പഞ്ചാബിൽ നിന്ന് വരെ ആം ആദ്മിയുടെ പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമാകുവാൻ എത്തിയിരുന്നു. അവരെ എല്ലാം പോലീസ് തടയുകയായിരുന്നു. പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ലാതെയുള്ള ഒരു പോലീസ് നടപടിയാണ് ഉണ്ടായത്. കാരണം പ്രവർത്തകരെ റോഡിലൂടെ വലിച്ചിഴച്ചും അവരുടെ വസ്ത്രങ്ങൾ കീറുന്ന ആ ഒരു അവസ്ഥയിൽ വരെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കടുത്ത നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ രീതിയിലായിരുന്നു വലിയ ശക്തമായ പ്രതിഷേധം ആം ആദ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും അതിനെല്ലാം ശേഷം നിലവിൽ ഇപ്പോൾ മറ്റൊരു വിവരം ലഭിച്ചത്, നാളെ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ചോദ്യം ചെയ്താണ് അരവിന്ദ് കെജ്രിവാൾ ഹർജി നൽകിയത്. അതിലൊന്ന് EDയുടെ കസ്റ്റഡി, രണ്ട് അറസ്റ്റ്. ഇത് രണ്ടും നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഒപ്പം ഈ കസ്റ്റഡിയിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യണമെന്നൊരു ആവശ്യം കൂടി ഹർജിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നാളെ 10:30 ഡൽഹി ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കും. ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. എന്തായാലും നാളെ ശക്തമായൊരു വാദപ്രതിവാദമായിരിക്കും ഹൈക്കോടതിയിൽ ഉണ്ടാവുക. അനുജ, ഡൽഹിയിൽ ഇന്നും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം, ഒപ്പം BJP പ്രവർത്തകരുടെയും പ്രതിഷേധമുണ്ടാകുന്നു. അതിനിടെ നാളെ കോടതി നിർണായകമായ ഹർജി പരിഗണിക്കാൻ ഒരുങ്ങുകയുമാണ്. കണ്ണൂർ ആറളം പാലത്തിന് സമീപം ജനവാസ മേഖലയിൽ നിലുറപ്പിച്ച കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ആറളത്ത് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയോ? അവരെ തുരത്തി എന്ന് പറയുമ്പോൾ ആശങ്ക ഒഴിഞ്ഞുവെന്ന് ആണോ?
അനുജ, താൽക്കാലിക ആശ്വാസം അല്ലെങ്കിൽ താൽക്കാലികമായ ആശങ്കയ്ക്ക് പരിഹാരം എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ആറളം പാലത്തിന് സമീപം പൂതക്കുണ്ടിലുള്ള പുഴയുടെ തുരുത്തിലാണ് ഇന്നലെ രാത്രി മുതൽ കാട്ടാനകൾ തമ്പടിച്ചത്. പുലർച്ചെ 6 മണിയോടുകൂടിയാണ് നാട്ടുകാർ ആനകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. പിന്നാലെ തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. വനം വകുപ്പ് ദൗത്യസംഘം ഏറെ നേരം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനായിരിക്കുന്നത്. അതായത് ആറളം ഫാമും വനവും ചേരുന്ന പ്രദേശമാണ്. അതിനോട് ചേർന്ന പുഴ അതിരിടുന്ന പ്രദേശത്തിനപ്പുറത്തേക്ക് ജനവാസ മേഖലയാണ്. ആറളം ഫാമിൽ തമ്പടിച്ച ആനകളെ നേരത്തെ വനത്തിലേക്ക് തുരത്തിയിരുന്നു. ഇതേ ആനകൾ തന്നെയാണ് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന. പ്രദേശത്ത് വൈദ്യുതി വേലി അടക്കം സ്ഥാപിച്ചിരുന്നു. പക്ഷെ അതും മറികടന്നാണ് ആനകൾ പാലത്തിന് സമീപത്ത് വരെ എത്തിയത്. മുൻകാലങ്ങളിൽ ഇവിടെ കാട്ടാനകൾ സ്ഥിരമായി എത്താറുണ്ടെങ്കിലും ഇതിനിടയിൽ ഈ വൈദ്യുതി വേലി അടക്കം സ്ഥാപിച്ചതിന് പിന്നാലെ മേഖലയിൽ ആനകളുടെ സാന്നിധ്യം കുറവായിരുന്നു. പക്ഷേ കാട്ടാനകളുടെ വലിയ സംഘം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ജനവാസ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അതിന്റെ കൂടി ഭാഗമായാണ് വലിയ ദൗത്യ സംഘത്തെ തന്നെ നിയോഗിച്ച് കാട്ടാനകളെ പൂർണ്ണമായും ഈ മേഖലയിൽ നിന്ന് വനത്തിലേക്ക് തുരത്തിയിട്ടുണ്ട്. ഒപ്പം അവിടെയുള്ള വൈദ്യുതി വേലി കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഇടപെടൽ നടത്തും എന്ന ആറളം പഞ്ചായത്ത് കൂടി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ആറളം പാലത്തിന് സമീപമാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. എന്നാൽ നിലവിൽ ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തിയിട്ടുണ്ട് വനത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒട്ടേറെ വാർത്തകൾ ഇന്ന് സംഭവിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക സെഗ്മെന്റാണ് ഇനി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി വാർത്ത നിഷേധിച്ച CPIM ജില്ലാ നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നും മറ്റെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നുമാണ് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രതികരണം. ജില്ലാ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി സൃഷ്ടിച്ച വ്യാജ വാർത്തയാണ്. അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം വ്യാജ വാർത്തകൾ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ഇത്തരം വാർത്തകളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി നിഷേധിച്ച മന്ത്രി VN വാസവനും രംഗത്തെത്തി. കമ്മിറ്റിയിൽ നടന്ന ചർച്ചയെ തർക്കമായി വ്യാഖ്യാനിക്കേണ്ടെന്നും വ്യാജപ്രചാരണത്തെ നിയമപരമായി നേരിടുമെന്നും VN വാസവൻ പറഞ്ഞു. യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ആര് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു 10:30 വരെ പത്തനംതിട്ട ഉണ്ടായിരുന്നു. ഞാൻ കമ്മിറ്റി പങ്കെടുത്ത അവസാനം പിരിയുന്ന സന്ദർഭത്തിൽ വരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ ആകെ ഒരു തർക്കം വേണമെങ്കിൽ പറയാവുന്ന ഈ മീറ്റിംഗ് വെക്കുന്നതിനെ സംബന്ധിച്ച സമയത്തിന്റെ കാര്യത്തിൽ ഹർഷനും പാൽകുമാറും തമ്മിൽ അന്യോന്യം അത് 3 മണിക്ക് വേണമെന്നും 5 മണിക്ക് വേണമെന്നും രാവിലെ വേണമെന്നും ഒരു തർക്കപ്രശ്നം ഉന്നയിച്ച് വേണമെങ്കിൽ അത് സ്വരം കൂട്ടിയായിരിക്കും. അതല്ലാതെ ഒരാളും അവിടെ കയ്യാങ്കളി നടത്തുകയോ മറ്റേതെങ്കിലും സംഭവങ്ങളോ ഉണ്ടായില്ല. ഒരു വാർത്ത അത് ബോധപൂർവ്വം ആരോ സൃഷ്ടിച്ചതാണ്. അതേസമയം പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നേരിട്ടെത്തും. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഒരു തർക്കം മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് CPIM സംസ്ഥാന സെക്രട്ടറി അങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന വലിയ ചോദ്യമുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIMനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുന്നതും. ഇതിൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പാർട്ടി പറയുമ്പോൾ അതിലേക്ക് പാർട്ടി കടക്കുമോ? അങ്ങനെ കടക്കാനുള്ള സാധ്യത അവർ നോക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും ഉണ്ട്. നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോഴും അക്കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അനുജ, ഇക്കാര്യത്തിൽ നേരത്തെ മന്ത്രി VN വാസവൻ സൂചിപ്പിച്ചത് തന്നെയാണ് പ്രശ്നത്തിന് കാരണം. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസം 8-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട മണ്ഡലത്തിലെത്തുകയാണ്. ഇത് എവിടെ വേണം? അടൂർ വേണോ അതോ ഇത്തരത്തിൽ പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ വേണോ എന്നൊരു ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ സമയക്രമത്തെ ചൊല്ലിയും വലിയ തർക്കം ഉടലെടുത്തു. ഇതാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് PB ഹർഷകുമാർ സംസ്ഥാന CITUവിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇത് കൂടാതെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. അതുകൂടാതെ മുൻ MLA A പത്മകുമാറും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായത്. എന്തായാലും അപ്പോൾ തന്നെ നേതാക്കൾ ഇടപെട്ട് പിടിച്ചു മാറ്റുകയായിരുന്നു. ഉടൻ തന്നെ ഈ ഒരു രാജ്യസന്നദ്ധയൊക്കെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി A പത്മകുമാർ. പക്ഷേ ജില്ലാ സെക്രട്ടറി അനുനയിപ്പിച്ച് പറഞ്ഞയക്കുക. എന്തായാലും ഇന്ന് ജില്ലാ സെക്രട്ടറി അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളെല്ലാം വ്യാജമാണ്. UDF വേണ്ടി ഇത്തരത്തിൽ വ്യാജ വാർത്ത ചമയ്ക്കുന്നത് ഇത് ആദ്യമായ
ഉണ്ടായല്ല എന്നാണ് പറയുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് ഈ വിഷയം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ അടുത്ത ദിവസങ്ങളിൽ പത്തനംതിട്ടയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ഈ വിഷയം ഇങ്ങനെ പോയാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന് ജില്ലാ സെക്രട്ടറിയെ തന്നെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചതായും വിവരമുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു നടപടിയില്ല. പക്ഷേ CPM ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തും. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അച്ചടക്ക നടപടിയിലേക്ക് അടക്കം പോകാൻ വേണ്ടിയാണ് CPMന്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, പത്തനംതിട്ടയിലാണ് CPIM യോഗത്തിൽ ഉണ്ടായ കയ്യാങ്കളി, അത് വ്യാജ വാർത്ത എന്ന് നേതാക്കളുടെ വിശദീകരണം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ BJP പ്രവർത്തകർ CPIMലേക്ക് 5 ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയാണ് പാർട്ടി വിട്ടത്. OBC മോർച്ച ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് തങ്കരാജും പാർട്ടി വിട്ടവരിൽ ഉൾപ്പെടുന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇങ്ങനെയൊരു നീക്കത്തിന് കാരണം എന്താണ്? പ്രാദേശികമായി അഭിപ്രായ ഭിന്നതകളൊക്കെ അല്ലെങ്കിൽ അതൃപ്തികൾ ഉണ്ടായിരുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, പ്രാദേശിക നേതൃത്വവുമായുള്ള ചില അതൃപ്തികൾക്ക് പിന്നാലെയാണ് BJP പ്രവർത്തകർ CPMലേക്ക് എത്തിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വക്കം പഞ്ചായത്തിലെ BJP പ്രവർത്തകരാണ് ഇന്ന് CPMുമായി സഹകരിക്കാൻ തീരുമാനിച്ച് പാർട്ടി വിട്ട് എത്തിയിരിക്കുന്നത്. ആറ്റിങ്ങലിൽ ഇന്ന് നടന്ന ഒരു പരിപാടിയിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനാണ് ഈ പ്രവർത്തകരെ സ്വീകരിച്ചത്. 5 ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയാണ് BJP വിട്ടത്. ഒപ്പം OBC മോർച്ച ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് തങ്കരാജ് ഉൾപ്പെടെയുള്ളവർ നിലവിൽ BJPയിൽ നിന്ന് CPMലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ആറ്റിങ്ങലിൽ വി ജോയിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുകയാണ്. ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് തന്നെയാണ് ഈ BJP വിട്ടെത്തിയ പ്രവർത്തകരെ CPM നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തിരുവനന്തപുരത്ത് നിന്ന് ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനുള്ള മറുപടി കൂടിയായാണ് BJP വിട്ട് CPMലേക്ക് പ്രവർത്തകർ എത്തുന്നതിനെ CPIMും കാണുന്നത്. അനുജ, ആറ്റിങ്ങലിലാണ് BJP പ്രവർത്തകർ CPIMലേക്ക് എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി BJP 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. മണിപ്പൂർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഈ പ്രഖ്യാപനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മണിപ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്. മണിപ്പൂർ എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് വിവരങ്ങൾ? അനുജ, ഇത്തവണ മണിപ്പൂർ കലാപത്തിന്റെ സംബന്ധിച്ച് വലിയ ഒരു പ്രചരണം എന്തായാലും ഇതിനകം തന്നെ കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മണിപ്പൂരിൽ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രിക്ക് ഇത്തവണ തിരിച്ചടി മണിപ്പൂരിൽ തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് അടക്കം വെച്ചു പുലർത്തുന്നത്. എന്തായാലും ഇപ്പോൾ BJP 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മണിപ്പൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആളാണ് അവിടെ. തൗജാം ബസന്തകുമാറാണ് ഇപ്പോൾ അവിടെ ഇന്നർ മണിപ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ 2 മണ്ഡലങ്ങൾ ദൗസ അതോടൊപ്പം കൗരാലി ധോൽപൂർ മണ്ഡലങ്ങളാണ് ഇപ്പോൾ മറ്റ് 2 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതായത് ഏപ്രിൽ 19 രാജസ്ഥാനിൽ ആദ്യഘട്ട പോളിംഗ് നടക്കുന്നത്. 12 ലോക്സഭാ മണ്ഡലങ്ങളിൽ പോളിംഗും അതോടൊപ്പം തന്നെ ഏപ്രിൽ 26 രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിവസം 13 ലോക്സഭാ മണ്ഡലങ്ങളിലും അങ്ങനെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ BJP വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 3 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിച്ച് പ്രചാരണം ശക്തമാക്കാനാണ് BJPയുടെ നീക്കം. രാജസ്ഥാനിലെയും മണിപ്പൂരിലെയും സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് BJP പ്രഖ്യാപിച്ചത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കൂപ്പൺ പിരിക്കാൻ KPCC നിർദ്ദേശം. സ്വന്തം നിലയിൽ പണം കണ്ടെത്താൻ PCCകൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. എന്നാൽ ഈ നിർദ്ദേശം തിരിച്ചടിയാകും എന്നാണ് വിവിധ സംസ്ഥാന ഘടകങ്ങളുടെ വിലയിരുത്തൽ. BJPയും CPIMും ഇറക്കുന്നത് പോലെ പണം ഇറക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാജ്യത്ത് എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന് കാശെടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് കാശെടുക്കാനുള്ള പണം കയ്യിലില്ല. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അവർ സഹായിക്കും, അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും, അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും. ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും. ആ BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അല്ലാതെ CPM മത്സരിക്കുന്ന പോലെ മരപ്പെട്ടി ചിഹ്നത്തിലും നീരാളി ചിഹ്നത്തിലും മത്സരിക്കാതിരിക്കാൻ, പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ BJPയെ താഴെ ഇറക്കാനാണ്, ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത തരം പ്രതിസന്ധിയാണ് ആ പാർട്ടി അഭിമുഖീകരിക്കുന്നത്. ഇത് ഏത് തരത്തിലേക്ക് നിലവിൽ പരിഹരിക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം? PCCകളുടെയൊക്കെ നിലപാട് എങ്ങനെയാണ്? കേരളത്തിൽ എന്താണ് KPCC അറിയിച്ചിട്ടുള്ളത്?
അനുജ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്താകെ നേരിടുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തും ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരുന്ന പണം എത്താത്തതിനെ തുടർന്നാണ് കൂപ്പൺ അടിച്ച് ഫണ്ട് പിരിവിലേക്ക് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. വലിയ നിലയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പിന്നിലാണ് എന്ന് ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. അതിന്റെ സാധാരണഗതിയിൽ 3 ഘട്ടമായി നൽകുന്ന ഹൈക്കമാൻഡ് നൽകുന്ന സഹായം ലഭിക്കാത്തതിനെ തുടർന്ന് സ്വന്തം നിലയിൽ പണം കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു പല PCCകളും ഈ വിഷയത്തിൽ എതിർപ്പറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു പിരിവ് നടത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ KPCC ആകട്ടെ ആ നിലയിലല്ല. ഈ സ്ഥാനാർത്ഥികൾക്കായി വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുമ്പോൾ കൂപ്പൺ കൊടുത്ത് പിരിവ് കൂടി നടത്തുന്നത് കൂടുതൽ ജനകീയമാക്കും എന്നൊരു വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെയോടുകൂടി തന്നെ ബൂത്ത് തലങ്ങളിലേക്ക് ഈ കൂപ്പൺ എത്തും. അതിന് പിന്നാലെ അടുത്ത സ്ക്വാഡ് പ്രവർത്തനത്തിനായി ഇറങ്ങുന്നത് മുതൽ ഈ കൂപ്പൺ കൂടി കൊണ്ടുപോയായിരിക്കും കോൺഗ്രസ് പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥികൾക്കായുള്ള പണം കണ്ടെത്തുക. നിലവിൽ ഈ ഫ്ലെക്സ് ബോർഡുകളും ഒപ്പം തന്നെ പോസ്റ്ററുകളും ഒക്കെയും സ്ഥാനാർത്ഥികളുടെ സ്വന്തം നിലയിൽ നിന്നോ അതല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ കയ്യിൽ നിന്നോ ഉള്ള പണം ചെലവഴിച്ചാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് KPCCയുടെയോ ഹൈക്കമാൻഡിന്റെയോ സഹായം ലഭിച്ചിട്ടുമില്ല. അനുജ, തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി പണം കണ്ടെത്താനായി കൂപ്പൺ പിരിവിലേക്ക് കടക്കാനാണ് KPCCയുടെ തീരുമാനം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. തുടർച്ചയായ അവധിക്ക് ശേഷമുള്ള ആദ്യ വ്യാപാര ദിനത്തിൽ നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ച ഓഹരി വിപണികൾ. സെൻസെക്സ് 362 പോയിന്റ് താഴ്ന്ന് 72,470 വ്യാപാരം അവസാനിപ്പിച്ചു. വരും ദിവസങ്ങളിലും ചാഞ്ചാട്ടം തുടരുമെന്ന് വിദഗ്ധർ. നിഫ്റ്റി, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾ 1% വരെ ഉയർന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച നിഫ്റ്റി റിയൽറ്റി. ഡോളറിനെതിരെ രൂപയ്ക്ക് നേട്ടം. അമുൽ അമേരിക്കയിലേക്ക്. ഇന്ത്യക്ക് പുറത്തേക്ക് കമ്പനി പാൽ കയറ്റി അയക്കുന്നത് ആദ്യമായി. അടുത്തയാഴ്ച മുതൽ അമുൽ താസ, അമുൽ ഗോൾഡ്, അമുൽ ശക്തി, അമുൽ സ്ലിം എന്നീ 4 തരം പാലുകൾ US വിപണിയിലേക്ക് എത്തും. ആദ്യഘട്ടത്തിൽ പാൽ വിതരണം ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഷിക്കാഗോ, വാഷിംഗ്ടൺ, ഡാലസ്, ടെക്സസ് നഗരങ്ങളിൽ. പനീറും തൈരും മോരും ഉൾപ്പെടെ പാലുൽപ്പന്നങ്ങൾ പിന്നാലെ. വളർച്ചയെക്കുറിച്ചുള്ള ഊതിപ്പെരുപ്പിച്ച കണക്കുകൾ വിശ്വസിച്ച് ഇന്ത്യക്ക് തെറ്റുപറ്റിയെന്ന് മുൻ റിസർവ് ബാങ്ക് ഗവർണർ ഡോക്ടർ രഘുറാം രാജൻ. രാജ്യത്തിന്റെ സാധ്യതകൾ കണ്ടെത്താൻ ഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ രാജൻ. തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാർ നേരിടേണ്ട വെല്ലുവിളി തൊഴിലാളികളുടെ നൈപുണ്യം മെച്ചപ്പെടുത്തലാണെന്ന് വിലയിരുത്തൽ. 2047ഓടെ ഇന്ത്യ വികസിത സമ്പദ് വ്യവസ്ഥയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദം തള്ളി. 755 കോടിയുടെ ബാധ്യതകൾ പരിഹരിക്കാൻ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കാനഡയുമായി ഒത്തുതീർപ്പിലെത്തി സ്പൈസ് ജെറ്റ്. സെറ്റിൽമെന്റിലൂടെ 567 കോടി സ്പൈസ് ജെറ്റിന് ലഭിക്കും. ധനസഹായം ലഭിക്കുന്ന വിമാനങ്ങളുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം സ്പൈസ് ജെറ്റിന്. എയർലൈനിന്റെ പ്രവർത്തനശേഷിയും ഫ്ലീറ്റ് മാനേജ്മെന്റും ശക്തമാക്കും. സ്പൈസ് ജെറ്റ് ഓഹരി വിലയിൽ 3.5% വർധന. ശുദ്ധമായ ഊർജ്ജ ഉപയോഗത്തിനായി പുത്തൻ സാങ്കേതിക വിദ്യകളിലേക്ക് തിരിഞ്ഞ ടെക് ഭീമന്മാർ. ഊർജ്ജ ആവശ്യത്തിനായി ന്യൂക്ലിയർ, ജിയോ തെർമൽ എനർജി ഉപയോഗിക്കുമെന്ന് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആമസോണും. ഒന്നിലേറെ ക്ലീൻ എനർജി സാങ്കേതിക വിദ്യകൾ ആവശ്യമെന്നും കാറ്റ്, സൗരോർജ്ജ സ്രോതസ്സുകൾ മതിയാവില്ലെന്നും കമ്പനി. 3 ദിവസത്തെ തുടർച്ചയായ അവധിക്ക് ശേഷമുള്ള ആഴ്ചയിലെ ആദ്യത്തെ വ്യാപാര ദിവസം എങ്ങനെയാണെന്ന് ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു നിക്ഷേപകർ. എന്തായാലും വ്യാപാര ദിവസത്തിന്റെ അവസാനം തന്നെ ഇതൊരു നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചത്. ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 92 പോയിന്റ് താഴ്ന്ന് 22,004 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴും 22,000 എന്ന് പറയുന്ന ആ ഒരു സേഫ് ലെവൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. നിഫ്റ്റി, ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ ഇന്ന് നഷ്ടത്തിലായിരുന്നു. എന്നാൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സ് 72,470 ആണെന്ന് ക്ലോസിംഗ്. 362 പോയിന്റ് താഴ്ന്നാണ് സെൻസെക്സിന്റെ ക്ലോസിംഗ്. അതേസമയം കറൻസി വിപണിയിൽ രൂപ മികച്ച നേട്ടമുണ്ടാക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുകയുണ്ടായി. 10 പൈസ കൂടി 83 രൂപ 31 പൈസ എന്ന നിലയിലാണ് ഇന്ന് രൂപയുടെ വ്യാപാരം അവസാനിച്ചത്. നമ്മോടൊപ്പം ഇന്ന് ഒരു ചോദ്യം അതിനുത്തരം പറയാനായി ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ഈവനിങ്. കഴിഞ്ഞയാഴ്ച നമ്മളോട് ചോദ്യം ചോദിക്കാം, ക്യാഷ് പ്രൈസ് നേടാം,
എന്ന് പറയുന്ന ആ മത്സരത്തിൽ വിജയമായിരിക്കുന്നത് രശ്മി വിജയാണ്. സാധാരണ പറയാറുണ്ട് സ്ത്രീകൾ നിക്ഷേപ കാര്യങ്ങളിലോ സാമ്പത്തിക കാര്യങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കില്ല എന്ന്. എന്തായാലും ഈ ഒരു പങ്ക്തിയിൽ ആദ്യമായാണ് ഒരു സ്ത്രീ വിജയിയാകുന്നത്. അപ്പോൾ രശ്മി വിജയ് ചോദിച്ചിരിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് NSEയിലും ദേശീയ ഓഹരി വിപണിയിലും ബോംബെ ഓഹരി വിപണിയിലും ഷെയറിന്റെ പ്രൈസ് വ്യത്യസ്തമായിരിക്കുന്നത്? ഇതിൽ ഏതായിരിക്കും മെച്ചം എന്നാണ് ചോദ്യം. NSE BSE ഇന്ത്യയിലെ 2 ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തമ്മിൽ നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും വ്യത്യാസമൊന്നുമില്ല. NSEന്ന് മേടിച്ചാലും BSEന്ന് മേടിച്ചാലും ഒരുപോലെ തന്നെ ഉള്ളൂ. പിന്നെ റേറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഡിഫറൻസ് മാത്രമേ റേറ്റിൽ ഉണ്ടായിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു 0.01% അല്ലെങ്കിൽ മാക്സിമം 0.03%-നുള്ളിലുള്ള വളരെ ചെറിയ ഒരു വ്യത്യാസം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലോസിംഗ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ LNT 3670 രൂപ 10 പൈസയ്ക്ക് NSE ക്ലോസ് ചെയ്തപ്പം 3669 രൂപ 85 പൈസയ്ക്കാണ് BSEയിൽ ക്ലോസ് ചെയ്തത്. അതായത് 3670 രൂപയുടെ ഷെയറിൽ 25 പൈസയുടെ വ്യത്യാസമാണ് കാണുന്നത്. അപ്പോൾ അതുപോലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് BSE NSEയും തമ്മിൽ ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് BSE മേടിച്ചിട്ട് NSE വേണേൽ വിൽക്കാം, NSE മേടിച്ച സാധനം BSEയിൽ വിൽക്കാം ഒരു ദിവസം തന്നെ. നമുക്ക് സെറ്റിൽമെൻ്റൊക്കെ രണ്ടും കൂടെ ഉള്ള നെറ്റ് മാത്രമേ അന്നത്തെ ക്ലിയറിങ്ങിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം സെറ്റിൽ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ രണ്ടിലും വലിയ റേറ്റ് വ്യത്യാസം വരുന്നില്ല. പിന്നെ എവിടെ നിന്ന് മേടിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ വോളിയം ഉള്ള എക്സ്ചേഞ്ച് ഏതാണെന്ന് വിചാരിച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വോളിയം നടക്കുന്ന എക്സ്ചേഞ്ചിൽ നിന്ന് മേടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് വിചാരിക്കുന്ന റേറ്റിന് വിചാരിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് ലഭിക്കും. പിന്നെ വോളിയം കുറവുള്ള കൗണ്ടറുകൾ ആണ് ഒരു എക്സ്ചേഞ്ച്. ഇപ്പോൾ BSEയിൽ ഒരു ഷെയറിൻ്റെ വോളിയം കുറവാണെങ്കിൽ NSEയിൽ വോളിയം കൂടുതലുമാണെങ്കിൽ നമുക്ക് NSEന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് കുറച്ചും കൂടെ നല്ല റേറ്റുകൾ കിട്ടാനായിട്ട് സാധ്യത എപ്പോഴും വോളിയം കൂടുതലുള്ള എക്സ്ചേഞ്ച് ഏതാണെന്ന് വെച്ചാൽ ആ എക്സ്ചേഞ്ചിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും. ഇതാണ് ചോദ്യത്തിൻ്റെ ഒരു മറുപടിയായിട്ട് ഉള്ളത്. ഓക്കെ, താങ്ക് യു ശ്രീ പോൾ തോമസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് രശ്മി വിജയ്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ബാക്ക് ടു ഇന്ന് സംഭവിച്ചത്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഇന്ന് സംഭവിച്ചതിലേക്ക് ജയസിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണ ശുപാർശ വൈകിപ്പിച്ചുവെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. ആഭ്യന്തര സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അടുത്ത ബുള്ളറ്റിൽ കാണാം. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.